ഹലോ ഗൈസ്, എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 5 കൊല്ലമായി. ആൻഡ് സ്റ്റിൽ വൈ ഐ ആം അപ്ലോഡിങ് വീഡിയോസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഡ്രൈവിങ് മീ ടു അപ്ലോഡ് ദിസ് വീഡിയോ ഗൈസ്. ഇതിന് പിന്നിലൊരു ചെറിയൊരു സ്റ്റോറി ഉണ്ട് ഗൈസ്. സോ ലെറ്റ് മീ ടെൽ യു ദാറ്റ് സ്റ്റോറി ഗൈസ്. വേറെ ഒന്നുമല്ല, ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വീഡിയോസ് ഭയങ്കരമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് ചാനലും അല്ല. ഓരോ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ പൊട്ടിപ്പോയി. ലാസ്റ്റ് ഇതിലെങ്കിലും മെച്ചം അല്ലെങ്കിൽ പച്ച പിടിക്കണമെന്ന് കരുതി ഞാൻ വീണ്ടും ഒരു പുതിയ ചാനൽ തുടങ്ങി. അതാണ് ഈ ചാനൽ. ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെ, അല്ലെങ്കിൽ അതിൻ്റെ മേലെ ക്രോസ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ചാനൽ ഞാൻ പൊളിക്കും. എന്നിട്ട് വീണ്ടും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറേ സാഹചര്യ സമ്മർദ്ദങ്ങൾ മൂലം എനിക്കത് നിർത്തേണ്ടി വരുന്നു. ലൈക്ക് ലിറ്ററലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിർത്തി. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങ് ബിസി ആയിപ്പോയി ഗൈസ്. ആൻഡ് അങ്ങനെ ബിസി ആയിരിക്കുന്ന സമയത്താണ് ഒരു ലൈക്ക് കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് വീണ്ടും വീഡിയോസ് ഇടണമെന്ന് തോന്നിയത്. വേറൊന്നുമല്ല ഗൈസ്, ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് വേറൊരു കോഴ്സ് ചെയ്തായിരുന്നു. അതിൻ്റെ സെയിം ടൈമിൽ ഒരു ഡിപ്ലോമ കോഴ്സ്. അപ്പോൾ അവിടെ ഒരു സാറുണ്ടായിരുന്നു, നമ്മളെ പഠിപ്പിച്ചൊരു സാറ്. പുള്ളിക്കാരനും ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ലൈക്ക് ഇതേപോലെയല്ല, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതിനകത്ത് മെയിൻലി ഈ ഓരോ ഫങ്ഷൻസ് പ്രോഗ്രാംസിൻ്റെ വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനലാകെ 1000 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആണെങ്കിലും 5K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ വീഡിയോസൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാറില്ല എന്നുള്ളൂ. അപ്പം ഞാൻ പുള്ളിക്കാരനെ വെറുതെ യൂട്യൂബിൻ്റെ ആരെല്ലാം സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളിക്കാരൻ മീൻസ് സാറിൻ്റെ ചാനൽ അങ്ങ് മോണിറ്റൈസ്ഡായി. ഇത് കേട്ടപ്പോൾ ഞാൻ സ്തംഭിച്ചങ്ങനെ പോയി ഗൈസ്. എന്താ പറയേണ്ടത് അറിഞ്ഞൂടാ. ലൈക്ക് ഇത്രയും കൊല്ലം മുമ്പ് തുടങ്ങി എൻ്റെ ചാനൽ പോലും മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. സാറിൻ്റെ ചാനൽ അങ്ങ് മോണിറ്റൈസ്ഡ് ആയി. പിന്നെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇട്ട് മോണിറ്റൈസ്ഡ് ആയി. അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് ഈഗോ അടിച്ചു ഗൈസ്. 5000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ ചാനൽ പോലും മോണിറ്റൈസ്ഡ് ആയിട്ടില്ല ഇപ്പോഴും. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. അപ്പം എനിക്ക് ഈഗോ അങ്ങ് കടിച്ചു കയറി. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. ഇഷ്ടം പോലെ ഫ്രീ ടൈം എൻ്റെ ലൈഫിൽ കറൻ്റ്ലി ഉള്ള സമയമുണ്ട്. ഞാൻ വീഡിയോസ് ഇട്ട് അപ്ലോഡ് ചെയ്ത് ഇടാൻ തുടങ്ങി. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലിറ്ററലി ഐ എം സ്പീക്കിംഗ്, ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ നോക്കുകയാണ്. കാരണം ഒരു വാശിയാണ് ഗൈസ്. ലൈക്ക് പുള്ളിക്കാരൻ 2000 സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോഴും 2000 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ചാനൽ. എൻ്റെ 5000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആൻഡ് സ്റ്റിൽ ഞാനിപ്പോഴും മോണിറ്റൈസ്ഡ് ആവാണ്ട് കുറേയധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പുള്ളിക്കാരനൊന്ന് തോപ്പിക്കണം ഇൻ ദ സെൻസ്, ഫസ്റ്റ് നമ്മുടെ എല്ലാം ആ ഒരു ലെവലിലെത്താണ്. ലൈക്ക് മോണിറ്റൈസ്ഡ് ആയി. ഇതിപ്പോൾ സബ്സ്ക്രൈബർ കൗണ്ടിൽ മാത്രമേ ഉണ്ടെന്നുള്ളൂ, വ്യൂസും ഇല്ല, മോണിറ്റൈസേഷനും ആയിട്ടില്ല. വെറുതെ ഇങ്ങനെ 100-200 വീഡിയോസ് അപ്ലോഡ് ചെയ്ത്. സാറാണെങ്കിൽ അത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതെല്ലാം കാണുമ്പോൾ നോർമലി എനിക്കും ഈഗോ അടിക്കൂലേ. അങ്ങനെ വെച്ച് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതാണ് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ ഈ ചാനൽ മൈൻഡ് പോലും ആക്കില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് ആ ഡ്രൈവ് ഉണ്ടായിരുന്നു, ലൈക്ക് വീഡിയോസ് ഇടണം. പിന്നെ ആ ഡ്രൈവ് അങ്ങ് തണുത്തു പോയി ഗൈസ്. അപ്പം ഡ്രൈവിന് വീണ്ടും ലൈക്ക് ഫയർ വാങ്ങി. ഇനി എത്ര കാലം എടുത്താലും വർഷങ്ങൾ എടുത്താലും യൂട്യൂബ് നമ്മൾ നിർത്തൂല, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും ഗൈസ്. എനിക്കിപ്പോൾ യൂട്യൂബിൽ ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട്. ലൈക്ക് പണ്ട് ആ സമയത്ത് ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എത്തിപ്പോയെങ്കിൽ. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ യൂട്യൂബിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ. സോ ഇടിച്ച് കയറി വരാൻ സമയമെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും. പക്ഷെ എന്തായാലും ഞാൻ തോറ്റെടുക്കില്ല. നമ്മളെന്ത് കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകണം. ഇപ്പം ലിറ്ററലി എൻ്റെ ഒറ്റ ഗോൾ വെച്ചാൽ മോണിറ്റൈസേഷൻ ആക്കുകയാണ്. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക. അതിനുള്ള പരിപാടിയിലാണ് ഞാൻ പരമാവധി ഡെയിലി വീഡിയോസ് ഇടുന്നത്. കണ്ടൻറ്റ് അടുത്ത എന്ത് വിടും കുറേ ആലോചിച്ച് കഷ്ടിച്ച് എന്തെങ്കിലും വീഡിയോ തട്ടിക്കൂട്ടിയാണെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് ഗൈസ് ഇപ്പോഴത്തെ അവസ്ഥ. ലൈക്ക് ഞാൻ എന്തായാലും മോണിറ്റൈസേഷൻ ആയതിനു ശേഷം സാറിന് മുമ്പിൽ ഒരു പോക്കുണ്ട്. അതും മോണിറ്റൈസേഷനൊക്കെ ഫസ്റ്റ് റവന്യൂ കിട്ടിയതിന് ശേഷം പോവാം. അങ്ങനെ ഒരു പോക്ക് വേണം. എന്തായാലും നമുക്കൊരു
സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഡ്രൈവ് മാത്രമല്ല, എൻ്റെ പണ്ട് മുതലേ ഒരു ആഗ്രഹം കൂടിയാണ്. അതിനുള്ള പറ്റി നമ്മൾ വീഡിയോ വേറെ ഇടാം. പക്ഷെ ഇത്രയുള്ളൊരു ചെറിയ കഥ ഗൈസ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. യൂട്യൂബിൻ്റെ വേറൊരു കഥയും കൂടി എനിക്ക് കിട്ടണമെന്നുണ്ട്. ലൈക്ക് ലിറ്ററലി ഇതിൻ്റെ തുടങ്ങി ഇവിടം വരെ എത്തിയൊരു കാലഘട്ടമുണ്ട് ഗൈസ്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.